നമസ്കാരം. കേരളം മുൻകാലങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിന് ചില ദിശാബോധങ്ങൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ്. പ്രത്യേകിച്ചും ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനമാണ് കേരളം. EMSൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വീണ്ടും പല രംഗങ്ങളിലും ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസ നിയമം, പല ബില്ലുകളും തർക്ക വിഷയങ്ങളും കേരളത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം നല്ലതിനായിരുന്നോ ചീത്തക്കായിരുന്നോ എന്നിപ്പോൾ കാലം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമറിയിക്കുന്ന സ്ഥലമായി തൃശ്ശൂർ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തെ മാറ്റിയിരിക്കുന്നു. മറ്റൊന്നുമല്ലത് മറ്റത്തൂരാണ്. മറ്റത്തൂരെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവമാണ്. അത് ജയപ്രകാശ് നാരായണൻ നടത്തിയ വിപ്ലവത്തെക്കാളും ജനതാ വിപ്ലവത്തെക്കാളും അതിനുശേഷം നടന്ന പല മണ്ഡൽ കമ്മീഷൻ സമരങ്ങളെക്കാളും ഗുജറാത്ത് സമരങ്ങളെക്കാളും ഒക്കെ വളരെ വിലപ്പെട്ടതായി ഇന്ന് CPM ചിത്രീകരിക്കുന്നത്, CPMൻ്റെ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത്, CPMനെ അനുകൂലിക്കുന്ന മാധ്യമ പ്രവർത്തകരും ചിത്രീകരിക്കുന്നത് മറ്റത്തൂർ എന്തോ ഭയങ്കരമായ കുഴപ്പം സംഭവിച്ചു. മറ്റത്തൂർ ഗ്രാമം ഒന്നടങ്കം BJPയിൽ ചേർന്ന മട്ടിലാണ് ഇപ്പോഴത്തെ പ്രചരണം. അത് BJPക്ക് ഗുണം ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളത് CPMക്കാർ തലയ്ക്ക് എന്തെങ്കിലും അകത്ത് ആൾത്താമസമുണ്ട് അന്വേഷിച്ചാൽ മനസ്സിലാവും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇന്നലെ വരെ അവിടുത്തെ കാലുമാറി എന്ന്, അതായത് BJPയിലേക്ക് ചേർന്നു എന്ന് CPMനോടൊപ്പം നിൽക്കുന്നവരും ആരോപിക്കുന്ന ഇവരാരും തന്നെ ജീവൻ പോയാലും ഞങ്ങൾ BJPയിലേക്കില്ല എന്നുള്ള പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ എടുക്കാത്തൊരു തീരുമാനം, ഇവരെ BJPയിലേക്ക് മാറ്റുക എന്നുള്ള തീരുമാനം, അതിൽ BJP തേരാൻ തീരുമാനിച്ചു എന്നുള്ള തീരുമാനം ആരാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്? ആരാണ് പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ പ്രചരണം കൊടുക്കുന്നത് രണ്ട് ഉദ്ദേശത്തിനാണ്. ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ CPM പലതരത്തിൽ കബളിപ്പിച്ച് കൈവശം വെച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ചും മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ച് ഇടതുപക്ഷത്തിന് കിട്ടണം. ഇപ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്ങനെ ഇടതുപക്ഷത്തേക്ക് അത് കൊണ്ടുവരും? നേരായ മാർഗത്തിൽ കൊണ്ടുവരാനൊരു ഇതുമില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് പ്രകടമായ വർഗീയത അല്ലെ ജാതീയത പറഞ്ഞുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ സാധിക്കണമെങ്കിൽ എവിടെ തുടങ്ങണം? അതിനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണിത്. മറ്റത്തൂർ ആണ് അവർക്ക് വീണ് കിട്ടിയ ഒരവസരം. ആ അവസരം നന്നായി CPM ഉപയോഗിക്കുന്നുണ്ട്. അതിന് മറുപടി പറയാൻ കോൺഗ്രസ്സുകാർക്ക് സാധിക്കുന്നില്ല. ഇവിടെ ഒരു വലിയ രാഷ്ട്രീയ ധാർമ്മിക പ്രശ്നം ഉയരുന്നുണ്ട്. ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്, ഇത് BJP എന്ന് പറഞ്ഞ് അകറ്റി നിർത്തപ്പെടേണ്ടവരാണോ എന്നുള്ള ചോദ്യം എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചോദിക്കണം. BJPയുടെ നയങ്ങളെ എതിർക്കണം. അത് വേറെ രണ്ടാമത്തെ കാര്യം. ഈ MLA അല്ലെ ഈ പഞ്ചായത്ത് മെമ്പർ അല്ലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, BJPയുടെ സപ്പോർട്ടിൽ ജയിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഇവിടെ കഴിഞ്ഞിട്ട് നാളെ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലൊരു കേന്ദ്രമന്ത്രി ആയാൽ, ഒരു ജോർജ് കുര്യനോ ഒരു സുരേഷ് ഗോപി ആയാൽ, അല്ലെങ്കിൽ ഒരു നിതിൻ ഗഡ്കരി ആയാൽ എന്ത് ചെയ്യും? ഇവർ സംസാരിക്കാൻ പോവുമോ? ഇവിടുന്ന് ഷിബു ബേബി ജോൺ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് ചർച്ച നടത്തിയതിനെ വലിയ വർഗീയ കലാപമാണെന്ന് പറയുന്നത്. ഇന്ന് പാതിരാത്രിക്ക് ആരും കാണാതെ തലയിൽ മുണ്ടിട്ടും പിണറായി വിജയനും ബ്രിട്ടാസിനും കൂടെ അമിത്ഷായെ കാണാൻ പോകാം, ഗഡ്കരിയെ കാണാൻ പോകാം. ഗഡ്കരിക്ക് ഇവിടെ വീട്ടിൽ വിളിച്ച് പ്രത്യേക വിരുന്ന് നൽകുക. എന്തിനാണ് നൽകുന്നത്? BJPയുടെ പ്രതിനിധിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ജയിച്ച് കഴിയുമ്പോൾ ആ പാർട്ടി പ്രതിനിധി എന്നുള്ള ലേബല് തൽക്കാലം മാറ്റിയിട്ട് ജനങ്ങളുടെ പ്രതിനിധിനാക്കാൻ അപ്പോഴൊരു പറഞ്ഞ ന്യായം, CPM പറഞ്ഞ ന്യായമാണ്. കേന്ദ്രമന്ത്രിസഭയാണ് അത്, അവർ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്നു കഴിഞ്ഞവരാണ്. അവരെ ഇനി മാറ്റി നിർത്താൻ പറ്റിയില്ല. അത് തന്നെ പഞ്ചായത്തിൽ ആപ്ലിക്കുകളൊക്കെ കൂടെ. എത്രയോ പഞ്ചായത്തിൽ ആവശ്യമില്ലാത്ത തർക്കങ്ങളും സമയങ്ങളും നഷ്ടപ്പെടും. ഒരു പഞ്ചായത്ത് BJPയുടെ സഹായത്തോടെ ഒന്നോ രണ്ടോ മെമ്പർമാരുടെ സഹായത്തോടെ ഒരാൾ പ്രസിഡൻ്റായി എന്ന് വെച്ചാൽ അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എന്തുണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതിനെ ബോൾഡായിട്ട് ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിനെങ്കിലും സാധിക്കണം. BJPയോട് കൂട്ടുകൂടി എന്നുള്ള പ്രചരണം കേൾക്കുമ്പോൾ തന്നെ കോൺഗ്രസ്സുകാരന് അപകർഷതാബോധമാണ്. കൂട്ടുകൂടാതെ തന്നെ അവരുടെ സഹകരണം മേടിക്കാമല്ലോ. മോഡിയോട് സഹകരിക്കണം, അല്ലെ മോഡിയുടെ ചില കാര്യങ്ങൾ നയങ്ങൾ നല്ലതാണ് എന്ന് പറയുന്ന ദിഗ്വിജയ് സിംഗുണ്ട്, തരൂരുണ്ട്, എല്ലാവരും ഉണ്ട്, ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരെയൊന്നും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നില്ല. ഓരോ ഇഷ്യൂ നോക്കി ഇപ്പോൾ മറ്റത്തൊരു സുഗമമായൊരു ഭരണം നടക്കണം. അതിന് BJP MLA പ്രതിനിധിയായിട്ട് കാണണ്ട. അത് മറ്റത്തൂരിൻ്റെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് പഞ്ചായത്ത് മെമ്പർമാരെ കണ്ടാൽ മതി. അപ്പോൾ തന്നെ പ്രശ്നം തീരും. ആ രീതിയിലേക്ക് പോകാതെ വീണ്ടും 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 വിഭജനം ഉണ്ടാക്കുക എന്നുള്ള സൂത്രപ്പണി, അതാണ് CPM ചെയ്യുന്നത്. ഇപ്പോൾ CPMന് അടിയന്തര ആവശ്യം എന്താ? CPM സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം, അത് പരസ്യമായിട്ട് പെടുത്തിയാലും ഇല്ലെങ്കിലും കാലാകാലങ്ങളിൽ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിന്നിരുന്ന പ്രമുഖ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അത് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് വരെ ഉറച്ചു നിന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ
ഇടതുപക്ഷത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു പോയത് ബി ജെ പി കാരനല്ല, ബി ജെ പിയുടെ പ്രവർത്തനം കാരണമല്ല, ബി ജെ പിയുടെ സ്വീകരിക്കുന്ന സമീപനം കാരണമല്ല, മറിച്ച് പിണറായി വിജയൻ്റെ ഭരണരീതിയോട് പ്രതിഷേധിച്ചാണ് ഇവർ മാറുന്നത്. അവിടെ ബി ജെ പിക്ക് എന്ത് പിഴച്ചു? അല്ല കോൺഗ്രസ്സുകാരെന്ത് പിഴച്ചു? പിണറായി വിജയൻ പിന്തുടർന്ന നയപരിപാടികൾ തെറ്റായത്, സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം പാർട്ടിയിലെ പാർശ്വവർത്തികൾക്ക് വേണ്ടി ഈ ഗവൺമെൻറ്റിൻ്റെ മെഷീനറി ഭരണകൂടത്തെ എങ്ങനെയെല്ലാം ദുരുപയോഗം ചെയ്യാവോ അതെങ്ങനെയെല്ലാം ചെയ്യാമെന്ന് കാണിച്ചു തന്നു. ഇപ്പോൾ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ കണ്ടല്ലോ, ആരാ പോയി മുട്ടുമടക്കിയത്? മറ്റത്തൂരേക്കാൾ എത്രയോ വലിയ സംഭവമാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ ശിവൻകുട്ടി പോയി ഒളിച്ചു പോത്ത പോയല്ലേ? അത് ആ ശിവൻകുട്ടിയെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ബ്രിട്ടാസിനെ നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് മറ്റത്തൂർ കോൺഗ്രസിൻ്റെ മെമ്പർമാർ BJPയുടെ സഹായം തേടിയെന്ന്. എന്ത് അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത്? അസംബന്ധം മാത്രമല്ല, സാമൂഹ്യ ദ്രോഹം കൂടിയാണ്. നിങ്ങളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ സെക്കൻഡിലും നിങ്ങൾ BJPക്കാരന് ഡൽഹിയിൽ നിന്നുള്ള വിളി, മോഡിയുടെ ഓഫീസിൽ നിന്നുള്ള വിളി, അമിത്ഷായുടെ ഓഫീസിൽ നിന്നുള്ള വിളി, ഗഡ്കരിയുടെ ഓഫീസിൽ നിന്നുള്ള വിളി കേട്ട് എന്താ വേണ്ടത് അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും എത്ര ഇഷ്യൂസ് ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതെല്ലാം അതേപടി ചെയ്ത് കൊടുക്കുന്നില്ലേ? PM ശ്രീ പദ്ധതി പോയി ഒപ്പിട്ടില്ലേ? വൈസ് ചാൻസലർ നിയമനത്തിൽ എന്താ സംഭവിച്ചത്? ഗവർണർ പറഞ്ഞോളൂ തന്നെ എന്തിന് 3-4 ദിവസം ആ പാവം പിടിച്ച പിള്ളേരെ കൊണ്ട്, SFIക്കാർ പിള്ളേരെ കൊണ്ട് സമരം ചെയ്യിച്ചേ? ആർക്ക് വേണ്ടിയാണ് സമരം ചെയ്യിച്ചേ? അപ്പോൾ ഇങ്ങനെ ഉള്ള ആ ഒരു തട്ടിപ്പ്, ഈ ആശയപരമായി രംഗത്ത് വിപ്ലവം പറയണം എന്നൊരു ആഗ്രഹം പുറത്ത് കിടക്കുകയും എന്നാൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്യുന്ന ആ ഇത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ മറ്റത്തൂർ പൊക്കിക്കൊണ്ടുവരുന്നത്. മറ്റത്തൂർ പൊക്കിക്കൊണ്ടുവരുന്ന സൈമിൾട്ടേനിയസായിട്ട് തിരുവനന്തപുരത്ത് മുറി വിവാദം, ചെയർമാൻ്റെ മുറി, പഴയ ചെയർമാൻ്റെ മുറി, കൗൺസിലറുടെ മുറി, അല്ലെങ്കിൽ MLAയുടെ മുറി എന്നുള്ള വിവാദം അതൊരു വലിയ പ്രശ്നമാക്കുകയാണ്. തിരുവനന്തപുരത്ത് കൗൺസിലർക്ക് വേണോ മുറി, അല്ലെങ്കിൽ ഓഫീസ്, MLAക്ക് വേണോ ഓഫീസ്, ഇത് വലിയ തർക്കമാണ്. അതിൽ കോൺഗ്രസ് അത് എങ്ങാർക്ക് മുറിയുണ്ട്, വേറെ ഓഫീസുണ്ട്, MLA ഓഫീസുണ്ട്, വേണമെങ്കിൽ അത് കൊടുക്കണോ വേണ്ടിയോ? കേവലം 250 രൂപ വാടകയ്ക്ക് ഇവരൊക്കെ വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എത്ര കോടി രൂപയുടെ വരുമാനമായി അതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഗ്രസ്സുകാരെ സഹായം ചെയ്യണം. കോൺഗ്രസ്സുകാർ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അന്വേഷിക്കട്ടെ. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ കീഴിലുള്ള കെട്ടിടങ്ങളൊക്കെ ആരുടെ കയ്യിലായിരിക്കുന്നത്, എത്ര രൂപ വാടകയ്ക്കാണ് പോകുന്നത്, എത്ര വാടക കുടിശ്ശികയുണ്ട്, അന്വേഷിക്കട്ടെ. ഒത്തിരി സത്യങ്ങൾ പുറത്തു വരും. അപ്പോൾ ഈ സത്യങ്ങൾ പുറത്തു വരാനൊക്കെയുള്ള മാർഗ്ഗമാണ് ഒന്ന് മറ്റത്തൂർ. പ്രശാന്തിനെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. കുടിയൊഴിപ്പിക്കാൻ പറ്റുമോ? ആരാ കുടിയൊഴിപ്പിക്കാൻ മാറിത്തരണം എന്ന് പറഞ്ഞാൽ കുടിയൊഴിപ്പിക്കലാണോ? ആരാ കുടിയൊഴിപ്പിക്കുന്നത്? അതുപോലെ കർണാടകത്തിലെ കുടിയേറ്റത്തിനെതിരായി മുസ്ലിങ്ങളെ ചവിട്ടിച്ചതയ്ക്കുന്നതാണ് പറയുന്നത്. ഇത് പറയുന്നത് ഏത് പാർട്ടിയാണ്? CPM പറയുന്നത്. ഇവിടുത്തെ മൂലംപള്ളി നമ്മുടെ തൊട്ടടുത്തുണ്ട്, എറണാകുളത്തുണ്ടല്ലേ. എന്താ അവിടെ സംഭവിച്ചത്? അങ്ങനെ എത്ര സ്ഥലത്ത്. ഇതൊക്കെ മറന്നുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ സത്യം പറയാൻ പറ്റും? നെഞ്ചത്തെ കൈ വെച്ചുകൊണ്ട്. ഇപ്പോൾ CPI കുറച്ചുകൂടെ കൃത്യമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളിലും. ഇവരുടെ ഈ തട്ടിപ്പിൻ്റെ ഓരോ സ്റ്റേജും മാറുകയാണ്. ഇതിനി വീണ്ടും വീട് കയറാൻ വരികയാണ്. വീട് കയറാൻ വരുമ്പോൾ പ്രിയപ്പെട്ട CPMകാർ ഒരു കാര്യം ചെയ്യണം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ഞങ്ങൾ ഒപ്പിടാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് പറയണം. PM ശ്രീ പദ്ധതിയിൽ ഞങ്ങൾ ഒപ്പിടാതിരുന്നത് തെറ്റായിപ്പോയി, ആ തെറ്റ് തിരുത്താൻ ഞങ്ങൾ പോവുകയാണ് അടുത്ത പ്രാവശ്യം. ഇത്തവണ ഒരു മണ്ടത്തരം പറ്റി. അത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നില്ലെങ്കിൽ കിട്ടുന്ന കാശിനെ കുറിച്ചാണ് കണക്ക്. അപ്പോൾ കാശ് തന്നാൽ നിങ്ങൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുമെങ്കിൽ മറ്റത്തൂർ പഞ്ചായത്തിന് BJP ഗവൺമെൻറ് കുറേ ഗ്രാൻഡ് അനുവദിക്കുക, കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും ഫണ്ട്, അവരോടൊപ്പം ചേരാമോ? തെറ്റുണ്ടോ? ഇങ്ങോട്ട് പണം കിട്ടുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഏതെങ്കിലും എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചുകൊണ്ട് BJP ആയിട്ട് സഹകരിക്കാവോ? കേന്ദ്ര ഗവൺമെൻറ്, BJP അല്ല കേന്ദ്ര ഗവൺമെൻറ് സഹകരിക്കാവോ? ബെനിഫിറ്റ് കിട്ടും എങ്കിൽ നല്ലതല്ലേ അത് മറ്റത്തൂരിന്? ആ രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം അവിടെ കൺമുമ്പിൽ കാണുന്ന തൽക്കാല രാഷ്ട്രീയം, അടുത്ത ഇലക്ഷൻ എങ്ങനെ ജയിക്കണം, അതിനാരെയൊക്കെ പറ്റിക്കണം, നന്നാക്കണമെന്നല്ല ആരെയൊക്കെ പറ്റിക്കണം. ഇപ്പോൾ ന്യൂനപക്ഷ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗം റിസർച്ച് സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. അതിൻ്റെ വിശദവിവരങ്ങൾ വന്നിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്ക് വരുമെന്ന്. റിസർച്ച് സ്കോളർഷിപ്പ് ആർക്കൊക്കെയാണ് ആവശ്യം? ആരൊക്കെയാണ് ഗൈഡിന് ആ റിസർച്ച് സ്കോളർഷിപ്പ് കൊടുത്താൽ ഗവൺമെൻറ് കോളേജ് ടീച്ചേഴ്സിൻ്റെ മറ്റ് അധ്യാപക ഗൈഡുകൾക്ക് എത്ര രൂപ കൂടുതൽ കിട്ടും? അലവൻസ് കൊടുക്കുമോ? ഗൈഡുകൾക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഏതെല്ലാം തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള എല്ലാ മാർഗവും, പഴയ ബീഫ് ഫെസ്റ്റിവൽ പോലെയാണ്. ഇപ്പോൾ സമരമില്ല. എവിടെയെങ്കിലും ഉണ്ടോ ബീഫ് ഫെസ്റ്റിവൽ? ഇപ്പോൾ നടത്തുന്നുണ്ടോ? നടത്തട്ടെ. ഇന്ന് നടത്താത്ത ഇപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് തീർന്നോ സമരം? ഇപ്പോഴും അവിടെ ഉത്തരേന്ത്യയിൽ ഇങ്ങനെ കാലിക്കച്ചവടക്കാരെ തല്ലിക്കൊന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇവർക്ക് സമരം നടത്തണ്ടേ? അത് അന്നത്തേക്കും ആ ഇലക്ഷനെ മാത്രം
2021 ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി മാത്രമുള്ള കലാപരിപാടിയായിരുന്നത് മനസ്സിലാക്കാൻ ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാർക്കെങ്കിലും പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മതം ജാതി ഒന്നും കൊണ്ടുവരാതിരിക്കുക. അത് പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും ഏത് മതം കൊണ്ടുവന്നാലും മറ്റുള്ളവർ ചേർന്ന് എതിർത്ത് തോൽപ്പിക്കണം. അപ്പോഴേ ശരിയായ മതേതരത്വം ഉണ്ടാവുകയുള്ളൂ. ആ രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം മറ്റവനെ രണ്ട് കല്ലെറിയാനുള്ള മാർഗ്ഗമാണ് അന്വേഷിച്ച് നടക്കുന്നതെങ്കിൽ അവസാനം ഈ ഏറെല്ലാം സ്വയം മേടിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. തൽക്കാലം ഇത്രമാത്രം.